പരബ്രഹ്മ സ്വരൂപനായ ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവ പാദകമലങ്ങളിൽ ശതകോടി പ്രണാമം. സജ്ജനങ്ങളായ പ്രിയ ആത്മസഹോദരരെ, ഇന്ന് നമ്മൾ ആത്മോപദേശ ശതകം 79 മന്ത്രമാണ് മനനത്തിനായി എടുത്തിട്ടുള്ളത്. മന്ത്രം ഇപ്രകാരമാകുന്നു: ഓം ജനിസമയം സ്ഥിതി ഇല്ല ജന്മി അന്യ ക്ഷണമതിലില്ലിതിരിപ്പതപ്രകാരം ഹനനവും ഇങ്ങനെ തന്നെ ആകയാലേ ജനനവും ഇല്ലിതു ചിത്പ്രഭാവം എല്ലാം. ജനിസമയം സ്ഥിതി ഇല്ല ജന്മി അന്യ ക്ഷണമതിലില്ലിതിരിപ്പതപ്രകാരം ഹനനവും ഇങ്ങനെ തന്നെ ആകയാലേ ജനനവും ഇല്ലിതു ചിത്പ്രഭാവമെല്ലാം. നമുക്ക് വാക്കുകളുടെ അർത്ഥം നോക്കാം. ജനിസമയം ജനിക്കുന്ന വേളയിൽ, സ്ഥിതിയില്ല ജന്മി എന്ന അവസ്ഥ ഇല്ല, ജന്മി ജനിക്കുന്നവൻ, അന്യക്ഷണമതിൽ ജനിക്കുന്ന സമയത്തല്ലാതെ ഇല്ല, ജന്മിക്ക് നിലനിൽപ്പും ഇല്ല. ഇത് ഇരിപ്പത് എപ്രകാരം ഒരേ സമയം ഉണ്മയും ഇല്ലായ്മയും ഒന്നിച്ചിരിക്കുന്നത് എങ്ങനെയാണ്. ഹനനവും ഇങ്ങനെ തന്നെ, ജനനത്തെ പോലെ തന്നെ മരണവും ഇങ്ങനെ തന്നെയാണ്. ആകയാലേ അതുകൊണ്ട് ജനനവും ഇല്ല, ജനനവും ഇല്ല, മരണവും ഇല്ല. ഇത് എല്ലാം, ഇവിടെ കാണുന്നതെല്ലാം ചിത് പ്രഭാവം, അറിവിൻ്റെ അത്ഭുതകരമായ പ്രഭാവം മാത്രം. ഒരിക്കൽ കൂടി അർത്ഥം പറയാം. ജനിക്കുന്ന വേളയിൽ ജന്മി എന്ന അവസ്ഥ ഇല്ല, ജനിക്കുന്നവൻ ജനിക്കുന്ന സമയത്തല്ലാതെ ജന്മിക്കു നിലനിൽപ്പും ഇല്ല. ഒരേ സമയം ഉണ്മയും ഇല്ലായ്മയും ഒന്നിച്ചിരിക്കുന്നത് എങ്ങനെയാണ്. ജനനത്തെ പോലെ തന്നെ മരണവും ഇങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് ജനനവുമില്ല, മരണവുമില്ല. ഇവിടെ കാണുന്നതെല്ലാം അറിവിൻ്റെ അത്ഭുതകരമായ പ്രഭാവം മാത്രം. നമുക്ക് ഈ വരികളുടെ ആന്തരികമായ അർത്ഥതലത്തിലേക്ക് കടക്കാം. ജനിക്കുക എന്നതൊരു ക്രിയയാണ്. ക്രിയ എന്നാൽ അത് ചലനമാണ്. ചലിക്കുന്ന ഒന്നിന് നിശ്ചലതയും ഇല്ല, ക്രിയയിൽ അതുകൊണ്ട് സ്ഥിതിയുമില്ല. ജനനം എന്ന ക്രിയ നടക്കുന്ന വേളയിൽ ജന്മിക്കതിൽ സ്ഥിതി ചെയ്യാൻ കഴിയുകയും ഇല്ല. ജനനമുള്ളവനാണ് ജന്മി. ജന്മി എന്ന് പറയുന്നത് ജനനം ഉള്ളവനാണ്. ജന്മി സ്ഥൈതികമായ ഒരു നിലയാണ്, അതൊരു പ്രക്രിയയല്ല. ഈ പ്രഹേളികജന്യമായ വാഴ്വിൻ്റെ രഹസ്യത്തിലേക്ക് വെളിച്ചം വീശുന്ന ഈ ശ്ലോകം ധന്യാത്മകമായി പിഴ പിരിച്ചെടുക്കേണ്ട ഒന്നാണ്. ജനിക്കുന്ന സമയത്ത് ജന്മി ഇല്ലാതിരിക്കുകയും ജനനം കഴിഞ്ഞാൽ പിന്നെ ജന്മി എന്ന് വിളിക്കാൻ കഴിയാതിരിക്കുകയും ചെയ്യുന്നു. ജനനം എന്ന പ്രക്രിയയിൽ നിന്നും വേറൊരു പ്രക്രിയയിലേക്ക് കടക്കുമ്പോൾ അവിടെയും ജന്മിക്ക് സ്ഥാനമില്ലാതെ പോകുന്നു. ഈ ലോകം എന്ന് പറയുന്നത് ചലനവും നിശ്ചലതയും കൂടിക്കലർന്ന ഒന്നാണ്. ബോധം എന്നത് നിശ്ചലമാണ്, അതേസമയം ലോകം ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒന്നാണ്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, കടലിൻ്റെ ആഴത്തിൽ നിശ്ചലത ഉണ്ടായിരിക്കവേ തന്നെ മുകൾ പരപ്പ് പ്രക്ഷുബ്ധമായിരിക്കും, അല്ലേ? അതുപോലെ വേറൊരു ഉദാഹരണം എടുക്കുകയാണെങ്കിൽ, ചുഴലിക്കാറ്റിൻ്റെ നാഭി നിശ്ചലമായ ഒരു കേന്ദ്രമാണ്. ഈ ശ്ലോകം ഊന്നൽ കൊടുക്കുന്നത് എല്ലാ ക്രിയകളും അറിവിൽ നടക്കുന്ന അത്ഭുതകരമായ പ്രഭാവങ്ങൾ മാത്രമാണെന്ന് പറയാൻ വേണ്ടിയാണ്. ജനനവും മരണവും എല്ലാം ഈ മഹാപ്രഭാവത്തിൽ സംഭവിക്കുന്ന ഒന്നാണ്. ആത്മബോധം തെളിയുമ്പോൾ ഈ പ്രഭാവത്തിൻ്റെ കാന്തികതയിൽ നിന്നും നാം ഓരോരുത്തരും മുക്തനാകും. സജ്ജനങ്ങളായ പ്രിയ ആത്മസഹോദരരെ, 79 മന്ത്രത്തിൻ്റെ ലഘുവായ വ്യാഖ്യാനം ഇവിടെ പൂർണ്ണമാകുന്നു. അടുത്ത മന്ത്രവുമായി നമുക്ക് അടുത്ത ദിവസം കണ്ടുമുട്ടാം. ഗുരുവോം ശ്രീനാരായണ ധർമ്മം വിജയിക്കട്ടെ. ഓം.